അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഞാൻ മീൻ വാങ്ങാനായിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് കയറ്റത്തുനിന്ന് ഞങ്ങളുടെ അവിടെ നിന്നൊരു കാരണം ഇത് നമ്മുടെ ആലുവ മാർക്കറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ അവിടെ ഒരു കടയിൽ കൊണ്ടുവന്ന് കൊടുക്കും. മാർക്കറ്റിൽ നിന്ന് വേറെ ഒരു കടയിൽ എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റിലേക്ക് കയറാനായിട്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇത് പോകണമെന്ന് നമ്മൾ MLA ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നത്. ആ കാണുന്നതാണ് MLA ഓഫീസിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ വണ്ടി അത് നല്ല വണ്ടിയുടെ തിരക്കുള്ള കാരണം എനിക്ക് അവിടെ നിന്നും റോഡിനും വീതിയിലും അപ്പോൾ ആൾക്കാർക്ക് ചീത്ത പറയും. നമ്മളത് കണ്ടോ ഇത്തിരി ഇതുള്ളൂ. അവിടെ നിന്നാണ് ഇതുണ്ട് വണ്ടി അങ്ങോട്ടും കൂടി. ഇതാണ് MLA ഓഫീസ്. ആ കാണുന്നതാണ് MLA ഓഫീസിൻ്റെ ഫ്രണ്ടാണ് ആ കാണുന്നത്. ഞാൻ മീൻ വാങ്ങാനായിട്ട് പോയാണ്. അങ്ങോട്ടും ഇങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പോണത് നമ്മുടെ നേരെ വാട്ടർ അതോറിറ്റി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബേക്ക് വഴിയാണ്. അവിടെ മോർച്ചറി ഉണ്ട്. പിന്നെ മോർച്ചറി ഫ്രണ്ടിലാണ്. പിന്നെ ഐസൊലേഷൻ വാർഡ് ഉണ്ട്. ഇതിനെ പറയുന്നത് വാട്ടർ അതോറിറ്റി റോഡ് എന്നാണ് പറയണത്. ഇത് നല്ല വെയിലുണ്ട് കേട്ടോ. അതിനുള്ള ഗിറ്റൊക്കെ ആയിട്ട് പോണേ. ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റും. പക്ഷേ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ റോട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നേരെ ഇത് വാട്ടർ അതോറിറ്റിയാണ് എത്തി. പിന്നെ അവിടെ നമ്മുടെ ആലുവ മോർച്ചറിയില്ലേ, അതാണ് ആ കാണുന്നത്. കാറുകളൊക്കെ യൂബറൊക്കെ ഇഷ്ടം പോലെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാറുകൾ ഏത് സമയം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതേ ഓട്ടോറിക്ഷ, കാറ് ഇതൊക്കെ അവിടെ പാർക്ക് ചെയ്യും. ഇതേതാ കാണിച്ചത് ഐസൊലേഷൻ വാർഡാണ്. നമ്മുടെ കോവിഡ് സമയത്ത് അത് പുതിയതായിട്ട് പണിതതാണ് ഐസൊലേഷൻ വാർഡാണ്. അത് ബേക്കാണ് കേട്ടോ. അത് ഐസൊലേഷൻ വാർഡാണ്. ബേക്കാണ് കാണുന്നത്. ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ബേക്കാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് ആലുവ മോർച്ചറി. ആ റൂട്ടാണ്. പിന്നെ ഈ റൂട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. ഇപ്പോൾ 23-24 വർഷമായിട്ടുണ്ടാകും. ഒരു 6 കിലോമീറ്റർ നടന്ന ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോണേ. ഇപ്പോൾ അത് ഞാനന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് മുത്തമ്മന. ഞാൻ എന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ഓടിയിട്ട് മരിച്ചെന്ന് പറയുമ്പോൾ 6 പേരിങ്ങനെ കൊന്നു. എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. അപ്പം എല്ലാവരും പോണതിൻ്റെ ഇടയിൽ ഞാനും ഓടി ഈ വയറും വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ പ്രസവിക്കണമെന്ന് എനിക്ക് വീട്ടിൽ പ്രസവിക്കണം പോകാൻ പറഞ്ഞിട്ട്. ഇത് വനിതാ സെല്ലാണ് കേട്ടോ. വനിതാ സെല്ലാണ് അവിടെ. അതിൻ്റെ അപ്പുറത്തെ വാട്ടർ അതോറിറ്റിയാണ്. അതിൻ്റെ നേരെയാണ് മോർച്ചറി. അപ്പോൾ ആ വീട് ഞാൻ കാണിച്ചു തരട്ടെ. ആ വീടെന്ന് പറയാനൊന്നുമില്ല. അത് കാട് പിടിച്ച് ഒരു മനുഷ്യൻ മാഞ്ചാതി ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ നേരെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇപ്പോൾ. അതൊക്കെ ആൾക്കാർ മറന്നു പോയിട്ട്. ഇപ്പോൾ 23 വർഷമായില്ലേ. ഓർമ്മയുണ്ടാകുന്ന 2 കുട്ടി, ഒരു അമ്മ, അച്ഛൻ, ഒരമ്മ, ഒരമ്മായി. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങൾ, ആ ചേട്ടൻ്റെ അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ 6 പേര്. ഇതാണ് നമ്മുടെ മോർച്ചറി, ആലുവ മോർച്ചറി എന്ന് പറയുന്ന സാധനം. ഇത് വാട്ടർ അതോറിറ്റിയാണ് കേട്ടോ. മീൻ അതിൻ്റെ നേരെ ഒരു കടയിലാണ് കൊടുത്തേപ്പിക്കുന്നത്. കാരണം അവിടെ എന്ന് വെച്ചാൽ ആ മീൻകാരൻ 1 മണിക്കൂർ കൂടുതൽ അവിടെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ പച്ച മീനായിരുന്നു. അവിടെ വന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കൂപ്പണാണ് അവിടെ. കൂപ്പൺ എടുത്താൽ മാത്രമേ മീൻ കിട്ടുള്ളൂ, അല്ലാണ്ട് മീൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നടന്നു പോകണമെന്ന്. അതെ, നടന്നു പോയിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ആ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ആ വീടെന്ന് പറയാനൊന്നുമില്ല. പണ്ടൊക്കെ ഇവിടെ ആ സമയത്തൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ ഒരുപാട് പേര് ആ വീട് കാണാൻ വന്നിരുന്നു. ഇപ്പോൾ വീട് ഒരു വാർക്ക് വീടായിരുന്നു. ആ വാർക്ക് വീടൊന്നും അവിടെ കാണുന്നില്ല. ഇടിച്ച് പൊളിച്ച് പോയല്ലോ. ആ വീട് ഞാൻ കാണിച്ചത്. വീടെത്താറായി. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് കിട്ടും. ഈ കെട്ടിടം അവിടെ നിന്നും അന്നാളിലൊന്നും ഇവിടെ ഒന്നും ഒരു കെട്ടിടമൊന്നുമില്ല. അവിടെ മൊത്തം കാട് പിടിച്ചെടുക്കുന്ന സമയമുണ്ട്. ഇപ്പം ഉണ്ട് ഇവിടെ ഒരു മനുഷ്യരോ മാഞ്ചാതി ഈ റോട്ടിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെയാണ് വണ്ടിയും കാറൊക്കെ. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഒരു മനുഷ്യർ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അപ്പോൾ പഠിച്ച് അധികം മുമ്പ് കല്യാണമായില്ല. 3 വർഷം 4 വർഷമാവുള്ളൂ. അപ്പോൾ അധികം ഇതിൻ്റെ അപ്പുറത്തെ കെട്ടിടമാണ്. ഇത് കണ്ടോ, ആ സ്ഥലമാണ് ആ നടന്നത്. 23-24 വർഷമായി ഇപ്പോൾ കൊലപാതകം നടന്നിട്ട്. ജനുവരി 6-ാം തീയതിയാണ്
2003 നിന്ന്. ഇതേ ഈ വീടാണത്. ഈ വീടൊക്കെ കിടക്കണം. വീടിൻ്റെ കോലം നോക്കിയൊന്ന് കണ്ടോ. ആ സ്ഥലമാണ് കിടക്കണം. വേസ്റ്റും കുമ്പാരമൊക്കെ ആയിട്ട് അവരുടെ വീടാണത്. ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഇതേ കണ്ടോ. ആ സ്ഥലത്ത് അവർ അന്ന് കെട്ടിയിട്ടേക്കണമെന്നാണ് അവർ അന്ന് കെട്ടി ആ പച്ചക്ക ഇത്. ഇപ്പോൾ അവിടെ വേസ്റ്റും കുമ്പാരമൊക്കെ ആയിട്ട് ആ വീട് മൊത്തം പോയി. അവിടെ ഒന്നും വീടില്ല. അതാണ് ആ വീട്. ആ കൊലപാതകം നടന്ന വീട്. ഒരുപാട് പേര് എന്നെ പരിചയപ്പെടുന്നവരൊക്കെ ആലുവയിലെ അവിടെ വീട് അവിടെ അടുത്താണെന്ന്. പക്ഷേ അതൊക്കെ മറന്നു പോയി ആൾക്കാർ. ഇപ്പം ഇത്രയും വർഷമായില്ലേ. ആർക്ക് പോയവർക്ക് പോയി. ഇത്രയുള്ളൂ. ആരാണ് എന്താണെന്നൊക്കെ. ഇതാണ് മീൻ വാങ്ങാൻ. അവിടെ ഉണ്ട് മീൻ നോക്കി. അവിടെ ആൾക്കാരാണ് മീൻ നിൽക്കണേ. ഞാനത് പോയി ഇങ്ങനെ മേടിച്ചോണ്ട് വരും. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരവിടെ നിൽക്കണുണ്ട്. അവിടെയൊക്കെ വന്ന് കുഞ്ഞിനെ ഇറക്കും. ഹാർബറിൽ നിന്ന് കൊണ്ടുവരുന്ന മീനാണ് അവിടെ. എനിക്കെടുത്ത ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അവിടെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ ഇതൊക്കെ ഞാൻ കടപ്പുറം സാധനങ്ങളുണ്ട്. പിന്നെ അയില ഉണ്ടായിരുന്നു. മറ്റേ ഇതുണ്ട്. ഇതൊരു ദിവസമല്ല കേട്ടോ. രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ടോ. ഒറ്റ ദിവസമല്ല. ഞാനെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഒരുമിച്ച് ഇതാക്കിയതാണ്. ഒരു ദിവസം തന്നെയുള്ളൂ കേട്ടോ. ഇത് ഒരു ദിവസം ചെന്നപ്പോൾ തന്ന മീനാണ് കേട്ടോ. അത് കൊണ്ടുപോകാനായിട്ട് തന്നതാണ്. മാറ്റി വെച്ചിട്ടുണ്ടാവും. കൊണ്ടുപോകാനായിട്ട് ആൾ എടുത്ത് മാറ്റി വെച്ചാണ് മീനാണത്. ഇതിപ്പോൾ 4-5 ദിവസമായിട്ട് എനിക്ക് തന്ന മീനാണ്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ നമുക്ക് ആ കൊട്ടയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്കത്ത് എന്താ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പുള്ളി മാറ്റി വെച്ചേക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഇതേ ഞാൻ വീട്ടിൽ വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വീട്ടിൽ വന്നതിന് ശേഷമുള്ള മീനൊക്കെ ഇടണേ. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പാത്രത്തിലാക്കി വെക്കണ മീനാണ്. അവിടെ നിന്ന് അവർ തന്നിട്ട് വീട്ടിലാക്കി വന്നിട്ട് ചെമ്മീൻ ഉണ്ടാക്കി ഒലിച്ച് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ അയൽവക്കത്തുള്ളവർക്കൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല. എന്തിനാ ഇതിന് മാത്രമൊക്കെ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കിട്ടും. നാളെ തിങ്കളല്ലേ. ഞാൻ ചിലപ്പോൾ വാങ്ങുള്ളൂ. ഇതൊക്കെ